നമ്മളൊരു ബീഫ് കറി വെക്കാൻ തീരുമാനിച്ചു. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുവാണ്. പിന്നെ ഇച്ചിരി മീറ്റ് മസാല ചേർക്കുവാണ്. പിന്നെ ഇച്ചിരി എല്ലാം കൂടെ പൊടിച്ചത് കൂട്ട് മസാല ശകലം ചേർക്കുവാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ശകലം കുരുമുളകും കൂടെ ചേർക്കുവാണ്. എന്നിട്ട് എല്ലാം കൂടെ യോജിച്ച് വേവിക്കുക. വേവിച്ചതിന് ശേഷം നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഇറച്ചിക്ക് ആവശ്യമായ 3 സബോള, കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, 3 തണ്ട് കരിയാപ്പില. ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചെടുക്കുക. ചട്ടി ചൂടാകാൻ വെച്ച് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നല്ല ചൂടായി. ഇനിയും കടുക്, ഇനി സബോള, കുറച്ച് ചുവന്നുള്ളി. ഇത് നല്ലപോലെ വഴറ്റുക. സബോള നല്ലത് വഴന്നതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചതച്ച പേസ്റ്റ് ഇടുക. നമ്മുടെ ബീഫ് നല്ലപോലെ വെന്തേ. ഉള്ളി സബോള നല്ലതായിട്ട് വഴന്നു. അതിലേക്ക് മുളക് പൊടി, മീറ്റ് മസാല, മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി മസാല എല്ലാം കൂടെ പൊടിച്ചത്, ഏലക്ക, കറുകപ്പട്ട, ഗ്രാമ്പു, ഇതെല്ലാം കൂടെ ചതച്ചത് എല്ലാം നന്നായി ഇളക്കി കൊടുക്കുക. താളിച്ച അരപ്പിലേക്ക് വെന്ത ബീഫ് ഇടുക. നന്നായി യോജിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുകയാണ്. ഇതൊന്ന് നല്ലതുപോലെ തിളയ്ക്കാൻ നിറച്ച് വെക്കുവാണ്. നമ്മുടെ ബീഫ് കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. വലിയായിട്ട് വേകാനില്ല. നമ്മൾ ഓൾറെഡി ബീഫിനെ വേവിച്ചതായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കറി റെഡിയായി. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.